ഹലോ ഗൈസ്, വെൽക്കം ടു സ്മാഷ് ഒ ഇ ടി. നമുക്കിന്ന് സ്പീക്കിങ്ങിൻ്റെ ഒരു കാർഡ് എക്സ്പ്ലനേഷൻ ചെയ്യാം. ആ, നമുക്ക് സ്പീക്കിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 21 മിനിറ്റ്സാണ് എക്സാമിനുള്ളത്. റീഡിങ് ലിസണിങ് പോലെ 1 hour ഇല്ല. അപ്പോൾ 20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് 2 സ്പീക്കിംഗ് കാർഡ്സ് കിട്ടും. കുറച്ച് വാമപ്പ് സെക്ഷൻ ഉണ്ടാവും ആദ്യം, പിന്നെ 2 കാർഡ്സ് തരും. ആദ്യത്തെ കാർഡ് 3 minutes പ്രിപ്പറേഷൻ, അതിനുശേഷം നമ്മൾ 5 minutes ആണ് കാർഡ് നമ്മൾ സംസാരിക്കേണ്ടത്. അത് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ 5 minutes തന്നെ സംസാരിക്കണം എന്നുള്ളത്. നമ്മുടെ എക്സാമിനർ നമ്മളോട് യുവർ ടൈം ഈസ് അപ്പ്, യു ക്യാൻ സ്റ്റോപ്പ് ദ റോൾ പ്ലേ എന്ന് പറയുന്നിടം വരെ നമ്മുടെ ടാസ്ക് തീർന്നാലും നമ്മൾ ആ ഒരു 5 minutes കോൺവെർസേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇനി ചില സമയത്ത് നമ്മുടെ ടാസ്ക് തീരുന്നതിന് മുന്നം തന്നെ നമ്മൾക്ക് 5 minutes ആയി പോവാറുണ്ട്. അപ്പോൾ അത് മാർക്ക് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടാസ്ക് നമ്മൾ വളരെ നന്നായിട്ട് തന്നെ, അതായത് ഹമ്മിങ് ഇല്ല, പോസ് ഇല്ല, ഒന്നുമില്ലാതെ നമ്മൾ നന്നായിട്ട് സംസാരിച്ചു. എക്സാമിനറും നന്നായിട്ട് നമ്മളുമായിട്ട് നന്നായിട്ടൊരു കെമിസ്ട്രി വർക്കൗട്ടായിരുന്നു. അപ്പോൾ അവരും നന്നായിട്ട് സംസാരിച്ചു, നമ്മളും നന്നായിട്ട് സംസാരിച്ചു. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടാസ്ക് നേരത്തെ തന്നെ നമ്മൾ ഫിനിഷ് ആവുകയും നമുക്കൊരു ടാസ്കൊക്കെ ബാലൻസ് കിടക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്രൈറ്റീരിയാസ് എല്ലാം നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് 9 ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് എല്ലാം നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾക്കൊരു നല്ല സ്കോർ അവർ തരും. അതിൽ നമ്മൾ ടാസ്ക് ഫിനിഷ് ആയോ എന്നവർ നോക്കില്ല. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡു യുവർ ഓൾ ക്രൈറ്റീരിയാസ് നമ്മൾ ഫിനിഷ് ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് ടാസ്ക് ഫിനിഷ് ചെയ്തില്ലെങ്കിലും നമ്മുടെ മാർക്ക് പോവില്ല. ഇനി നമ്മുടെ ടാസ്കിനകത്ത് നമ്മൾ വളരെയധികം ഹമ്മിങ്, പോസ് അങ്ങനെയെല്ലാം വന്നതിന് ശേഷമാണ് നമ്മൾക്കിപ്പോൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. 5 minutesനുള്ളിൽ നമ്മുടെ ക്രൈറ്റീരിയാസ് ഒന്നും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല, ടാസ്ക് നമുക്ക് ബാലൻസ് കിടക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്ക്, നമ്മുടെ സ്കോർ അതിനകത്ത് കുറവുണ്ടാവും. അപ്പോൾ അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. ടാസ്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു പോയതിന് ശേഷമാണ് ടാസ്കിനകത്ത് ഇഷ്യൂ വന്നിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ 5 minute സംസാരിക്കാതെ നേരത്തെ നിർത്തരുത്. ടാസ്ക് ഒരെണ്ണമൊക്കെ ബാലൻസ് വന്നാലും നമ്മുടെ ക്രൈറ്റീരിയാസ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. അതേസമയത്ത് നമ്മൾ 5 minute മുന്നേ നമ്മുടെ ടാസ്ക് തീർന്നു പോയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ എന്തായാലും നമ്മുടെ മാർക്ക്, നമുക്ക് സ്കോർ കുറയും. ചില കുട്ടികൾ 3.5 minute 4 minute ഒക്കെ നമ്മുടെ ടാസ്ക് തീർന്നിട്ട് അവരൊരു ഒരു വൈൻഡപ്പ് അവർ തന്നെ ചെയ്തു വയ്ക്കും. കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് ഡു യു ഹാവ് എനി കൺസേൺ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടാസ്ക് തീർന്നുണ്ടാവും. ഓക്കെ, സോ ഐ തിങ്ക് ഐ ഹാവ് ക്ലിയർഡ് എവറി ഡൗട്ട്സ് ഓഫ് യു വേസ്. പ്ലീസ് ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ്. ഇഫ് യു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി, you will have a speedy recovery. You can contact me to my number at any time. ഇങ്ങനെ തന്നെ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കിയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് അവർ തന്നെ വൈൻഡപ്പ് ചെയ്യും. പക്ഷേ ടൈം 5 minutes ആയിട്ടുണ്ടാവില്ല. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മാർക്ക് കൃത്യമായിട്ട് കുറയും. ഒത്തിരി കുട്ടികൾ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, എപ്പോഴും ക്ലാസ്സിൻ്റെ സമയം വരുമ്പോൾ ചോദിക്കുന്ന അവർക്കുള്ളൊരു ഡൗട്ടാണിത്. വെരി കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. ഞങ്ങളുടെ ടാസ്ക് ഫിനിഷ് ചെയ്തു, എന്നിട്ട് 5 minute ആയില്ല, ഞങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? 5 minute ഞങ്ങൾ പറഞ്ഞു, പക്ഷേ ടാസ്ക് ബാലൻസ് ആണ്. എക്സാമിന് പറഞ്ഞു നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു, പക്ഷേ ടാസ്ക് ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടുമോ? ഈ 2 ക്വസ്റ്റ്യനുള്ള ആൻസറാണിത്. ഒന്നുകൂടെ കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ 5 minute വരെ സംസാരിച്ചു, ടാസ്ക് ബാലൻസ് ആണ്, പക്ഷെ നമ്മുടെ ക്രൈറ്റീരിയാസ് എല്ലാം നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. അതേ സമയത്ത് നമ്മൾ ക്രൈറ്റീരിയാസ് എല്ലാം മാനേജ് ചെയ്തു, എന്നിരുന്നാലും നമ്മുടെ ടാസ്ക് തീർന്നു പോയി 5 minute മുന്നേ നമ്മൾ വൈൻഡപ്പ് ചെയ്തു എങ്കിൽ നമ്മുടെ മാർക്കിൽ കുറവുണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിലേക്ക് കടക്കാം. അപ്പം നമുക്ക് കാർഡ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സെറ്റിംഗ് ഹോസ്പിറ്റൽ ഐ ക്ലിനിക്കാണ്. നേഴ്സിൻ്റെ ഭാഗം വായിക്കാം. സെറ്റിംഗ്, നേഴ്സിൻ്റെ ഭാഗം, ടാസ്കിൻ്റെ ഫസ്റ്റ്, ഈ 3 പോയിൻറ്റും നോക്കിയിട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഓർഗനൈസ് ചെയ്യുന്നത്. കുറച്ച് നാൾ മുന്നേ വരെയും നമുക്ക് ഇപ്പം സെറ്റിംഗ് മാത്രം നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നേഴ്സിൻ്റെ ഭാഗം നോക്കിക്കൊണ്ട് മാത്രമോ ഇൻട്രൊഡക്ഷൻ കൺഫേം ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ 3 കാര്യങ്ങളും കൂടെ നോക്കണം. കാരണം 3 ഭാഗത്തുനിന്നും
നമുക്ക് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ള രീതിയിൽ തരുന്നുണ്ട്. ഇത് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. ടാസ്കിൻ്റെ ഫസ്റ്റ് പോയിൻറ്റും കൂടി നമ്മുടെ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ളൊരു മോഡൽ കാർഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിംഗ് നോക്കി ഹോസ്പിറ്റൽ ഐ ക്ലിനിക്കാണ്. നെക്സ്റ്റ് നമുക്ക് നേഴ്സിൻ്റെ ഭാഗം വായിക്കാം. യു ആർ എ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് നേഴ്സ് preparing a 50-year-old patient for cataract surgery in the left eye following eye surgery 2 years ago. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ പേഷ്യൻ്റ് ഒരു 50-year-old ആയിട്ടുള്ള ആളാണ്. കാറ്ററാക്ട് സർജറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാണ് നമ്മൾ. അതും ലെഫ്റ്റ് ഐയിൽ മാത്രമേ ഉള്ളൂ, റൈറ്റ് ഐയിൽ ഇല്ല. പേഷ്യൻ്റ് ഓൾറെഡി ഒരു സർജറി 2 വർഷം മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു കാറ്ററാക്ട് സർജറി നമ്മൾ ലെഫ്റ്റ് ഐയിൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് നിങ്ങളുടെ കൂടെ കൊടുത്തിട്ടുണ്ട്. യു ആർ എ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് നേഴ്സാണ്. പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾക്കറിയാം അല്ലേ? നമ്മൾ പേഷ്യൻറ്റിന് സർജറിക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളപ്പോൾ നമ്മൾ പോയിട്ട് സർജറിക്ക് മുന്നേ കുറച്ച് അസസ്മെൻറ്റ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് നേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് ഉണ്ട്, നമുക്കറിയാം പേഷ്യൻ്റ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റിന് വേണ്ടി പോവില്ലല്ലോ. അപ്പോൾ ഓൾറെഡി നോൺ കേസ് തന്നെയാണ്. ഇത്തരം ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് നോൺ കേസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ഒരു എപ്പോഴും ചെയ്യും പോലെയുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. നേരത്തെ പേര് ചോദിക്കണം പേഷ്യൻറ്റിൻ്റെ. ഹൗ മേ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ. ഇപ്പോൾ ഒരു ജോൺ എന്നാണ് പറയണമെങ്കിൽ സോറി, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോൺ. ഗുഡ് മോർണിംഗ് ടൈമിലാണെങ്കിൽ അത് ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഏത് ടൈമാണെന്ന് വെച്ചാൽ അത് പറയുക. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോൺ. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മൈ നെയിം ഈസ്, നിങ്ങളുടെ പേര് പറയുക. ഐ ആം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ ഐ ക്ലിനിക്. ഐ വിൽ ബി യുവർ അറ്റൻഡിങ് നേഴ്സ് ടുഡേ. ഇനി നമുക്ക് അവരുടെ ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിനകത്ത് ഉള്ളത്. ഇനി ഇതിനെ വേറൊരു രീതിയിലും കൂടി നമുക്ക് ചെയ്യാം. ചില കുട്ടികൾ അഡ്മിറ്റഡ് ആണ്, നേരത്തെ നമുക്കറിയാവുന്നതാണെങ്കിലും കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് പേര് ചോദിക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ്, നമ്മുടെ പേര് പറയുക. I'm one of the registered nurse working in this hospital eye clinic. I will be your attending nurse today. അതിനുശേഷം for my confirmation could you please tell me your name, അല്ലെങ്കിൽ for my confirmation how may I address you. ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അവരവരുടെ പേര് ജോൺ എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, മിസ്റ്റർ ജോൺ. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക? സാധാരണ നമ്മൾ അഡ്മിറ്റഡ് ആയി നമുക്കറിയാവുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഹൗ ആർ യു ഫീലിംഗ് നൗ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ടാസ്കിനകത്തേക്ക് കിടക്കുക. കാരണം ഇത് മൊത്തം OIT ഒഫീഷ്യലാണ് അല്ലേ? അപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു റോൾ പ്ലേ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുവോ അതുപോലെ നമ്മൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പം ഇഷ്ടമുള്ളവർക്ക് പറയാം. പക്ഷേ മാർക്ക് കിട്ടണമെങ്കിൽ OITയുടെ സജഷൻ അനുസരിച്ച് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ OITയുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അവർ പറയണവർക്ക് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനകത്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഹൗ ആർ യു ഫീലിംഗ് നൗ ചോദിക്കുകയാണ് നമ്മൾ. അതാണ് സാധാരണ ചോദിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ ടാസ്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണിത്. അപ്പോൾ ഹൗ ആർ യു ഫീലിംഗ് നൗ എന്നുള്ള ക്വസ്റ്റ്യന് പകരം നമുക്ക് ടാസ്കിനകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് അപ്പോയിൻമെൻറ്റ്, ബ്രാക്കറ്റിലുണ്ട് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് ബിഫോർ കാറ്ററാക്ട് സർജറി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് നടത്തുവാണ് നമ്മൾ ബിഫോർ കാറ്ററാക്ട് സർജറി. So what we should do, we should confirm the reason for the patient appointment. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതുമായിട്ട് we should connect with that bracket question. എന്നിട്ടാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ പറയാം? എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ? ഇൻസ്റ്റെഡ് ഓഫ് ഹൗ ആർ യു ഫീലിംഗ് നൗ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മാറ്റി വെച്ചിട്ട് നമുക്കിത് ചോദിക്കാം. സോ മിസ്റ്റർ ജോൺ, യു ആർ ഹിയർ ഫോർ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് ബിഫോർ യുവർ കാറ്ററാക്ട് സർജറി. ഇസ് ദാറ്റ് റൈറ്റ് അങ്ങനെ ചോദിക്കാൻ നമുക്ക്. അല്ലെങ്കിൽ ആം ഐ റൈറ്റ്, അല്ലെങ്കിൽ ഇസിൻറ്റ് ഇറ്റ്, ഏത് വേണേലും ചോദിച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്യുവാണ്. അപ്പോൾ അവരും പറയും യെസ് ഐ ആം ടുഡേ ഹിയർ ഫോർ ഡൂയിങ് ദ കാറ്ററാക്ട് സർജറി എന്ന് പറയുവാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഫൈൻഡ് ഔട്ട്
എനി പേഷ്യൻ്റ് കൺസേൺ. ഇനിയാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഇതിനെക്കുറിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്ററാക്ട് സർജറിയാണ്, ഒരു സർജറിക്ക് പോവുകയാണ്. പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റിന് വി ആർ ദയർ. സോ വി ആർ ആസ്കിങ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു യുവർ സർജറി പ്ലീസ് ആസ്ക് മീ എന്ന് നമ്മൾ ചോദിക്കുവാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും. ഇപ്പോൾ മിക്കവാറും അവർ പറയുന്നത് കാറ്ററാക്ട് സർജറി എന്താണെന്ന് അറിയില്ലെന്ന് അവർ നമ്മളോട് പറയും. കോപ്പറേറ്റ് ചെയ്യുന്ന എക്സാമിനർ ആണെങ്കിൽ അങ്ങനെയൊന്ന് പറയും. ഇനി അഥവാ നമുക്ക് എക്സാമിനർ നമ്മളോട് എല്ലാം ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഡെയിലി ഇപ്പോൾ വീഡിയോ കാണുന്നത് പോലെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. ആ വീഡിയോയിലൊക്കെ നമ്മൾ കാണുമ്പം എക്സാമിനർ ഒത്തിരി സംസാരിക്കുന്നു, നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് സംസാരിക്കുന്നു, നമ്മളാണേലും നന്നായിട്ട് പറയുന്നു അതിനൊത്ത്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് അങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ നല്ല എക്സാമിനേഴ്സ് ഇരിക്കുന്നത് കൊണ്ട്, പക്ഷേ ചില സ്ഥലത്ത് എക്സാമിനർ ഒട്ടും മിണ്ടില്ലാത്ത സ്ഥലവുമുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ എല്ലാം എക്സാമിനർ തന്നെ പറയും എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒന്നും നോക്കാൻ പറ്റില്ല. ചില സ്ഥലത്ത് അവരൊട്ടും പറയില്ല, അവർക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടാതിരുന്നിട്ട് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞില്ലെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം, കാറ്ററാക്ട് സർജറിയുടെ പ്രൊസീജിയർ എന്താണെന്നുള്ള പറഞ്ഞു കൊടുക്കാം. സോ മിസ്റ്റർ ജോൺ, ഡോൺ വറി, ഐ വിൽ എക്സ്പ്ലെയിൻ യു റിഗാർഡിങ് ദ കാറ്ററാക്ട് സർജറി. സോ എന്താണെന്ന് നമ്മൾ ബ്രാക്കറ്റിലുള്ള വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രാക്കറ്റിൽ എന്തൊക്കെയുണ്ട്? സ്മോൾ ഇൻസിഷനാണ്, റിമൂവൽ ഓഫ് കാറ്ററാക്ട്, ക്ലൗഡി ലെൻസ്, കോമ, റീപ്ലേസ് വിത്ത് ക്ലിയർ അക്രിലിക് ലെൻസ് ഇംപ്ലാന്റ്, കോമ, 30 to 60 minutes, കോമ, ലോക്കൽ അനസ്തെറ്റിക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ആ പ്രൊസീജിയർ. എന്താണ്, വാട്ട് ഈസ് ദാറ്റ് പ്രൊസീജിയർ, ഹൗ വി വിൽ ഡു ദാറ്റ് പ്രൊസീജിയർ എന്നുള്ളതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അവർ കോമ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഓരോ പോയിന്റിനെയും കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അവർ കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആൻസർ ഷീറ്റ് അല്ലേ. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഓരോ പോയിൻ്റ് ആയിട്ടേ തരുള്ളൂ. നമ്മൾ അതിനെ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, കാറ്ററാക്ട് സർജറി ഈസ് we will do a small incision, and in this procedure we will remove your cataract or cloudy lens, and after that we will replace it with a clear acrylic lens implant. Usually, you know, this procedure will take only 30 to 60 minutes because this is a very small procedure. After that you can come out of the operation theater. So during the procedure we will give you some local anesthesia. So this procedure has so much of benefits. അടുത്ത കൊടുക്കുകയാണ്, എക്സ്പ്ലെയിൻ ബെനിഫിറ്റ്സ് ഓഫ് സർജറി ആണ്. എന്തൊക്കെയാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്? ക്ലിയറർ ഫോക്കസ്, എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കളേഴ്സ്, റിഡക്ഷൻ ഓഫ് ഗ്ലെയർ ഫ്രം ബ്രൈറ്റ് ലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ സർജറി ചെയ്താൽ വാട്ട് ഓൾ ആർ ദ ബെനിഫിറ്റ്സ് അതും നമ്മുടെ ബ്രാക്കറ്റിൽ ദേ ഹാവ് എക്സ്പ്ലെയിൻഡ്. സോ നമ്മൾ അതിനെ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആക്കി മാറ്റണം. ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ ഫോർ OIT സ്പീക്കിംഗ്. They will provide you task. In each task they will provide small keywords. അതേ തരുള്ളൂ, അതിനെ നമ്മൾ കംപ്ലീറ്റ് സെൻറ്റൻസിലാക്കണം. സോ നമുക്ക് എന്ത് പറയാം? ആഫ്റ്റർ ദ പ്രൊസീജിയർ യു വിൽ ഗെറ്റ് എ ക്ലിയർ ഫോക്കസ് and you can get the ability to differentiate between colors, and it will help to reduce the glare from bright lights. So ഇനി നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ 5 മിനിറ്റ് നമുക്ക് എത്തിക്കില്ല. നമ്മുടെ സ്പീക്കിങ്ങിലെ എപ്പോഴും എല്ലാ കുട്ടികളും ചിന്തിക്കാത്ത എല്ലാവരുടെയും ഒരു മോസ്റ്റ് കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ വി ഷുഡ് ഫിനിഷ് ഓൾ ദ ടാസ്ക്. അതിന് ടൈം അവർ നോക്കുന്നില്ല. ആസ് മച്ച് ആസ് പോസിബിൾ എത്ര സമയത്തിന് മുന്നേ സ്പീഡിൽ പറഞ്ഞിട്ട് പോകാമോ? 2 minutes ആണെങ്കിൽ ഓക്കെ, 3 minutes ആണെങ്കിൽ അത്ര. നമ്മുടെ ടാസ്ക് ഫിനിഷ് ചെയ്യുന്നതാണ് OIT സ്പീക്കിംഗ്. അങ്ങനെ മനസ്സിനകത്ത് വെക്കുന്ന കുറേ കുട്ടികളുണ്ട്. അല്ലെങ്കിൽ അവർ ആ ടൈമിനെക്കുറിച്ച് ഒരു ബോധമിടല്ല. മനസ്സിൽ ചിലപ്പോൾ വെക്കില്ല, പക്ഷേ ടൈമിനെക്കുറിച്ച് ബോധമിടല്ല. നമ്മുടെ സ്പീക്കിങ്ങിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വി ഷുഡ് സ്പീക്ക് ഫോർ 5 minutes. നമ്മൾ എക്സാമിന് ചെന്നാലും കാണാം, നേരത്തെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. they are correctly saying that before starting the conversation they will give some few instructions. So once your 3 minutes is finished, സോ അതിനകത്തുള്ളൊരു ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർ പറയുന്നത് യു ഷുഡ് സ്പീക്ക് ഫോർ 5 minutes. യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് അൻറ്റിൽ ഐ സേ സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് വാച്ചില്ല, ക്ലോക്കില്ല, ഒരു കാര്യങ്ങളും അവിടെ ഇല്ല ടൈം അറിയാനായിട്ട്. സോ നമ്മുടെ ടൈമർ നമ്മുടെ എക്സാമിനറാണ്. സോ വെൻ എവർ ഷീ സേ സ്റ്റോപ്പ് ഓൺലി യു ക്യാൻ സ്റ്റോപ്പ്, ബിക്കോസ് ദാറ്റ് ഈസ് ദ ടൈം ഫോർ 5 minutes. അതാണ് ഒരു 5 മിനിറ്റിനായിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ്സ് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് അറിവുണ്ടായെന്ന് വരില്ല. സോ വാട്ട് വി ക്യാൻ ഡു, നമുക്ക് കുറച്ച് ബ്രില്യൻ്റ് ആയിട്ട് നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ സെറ്റാക്കണം.
അപ്പോൾ നമുക്ക് ഏത് പോയിൻ്റാണ് നമുക്കറിയാവുന്നത് ആ പോയിന്റിനെ കുറിച്ച് എക്സ്പാൻഡ് ചെയ്തോളൂ. അപ്പോൾ 5 മിനിറ്റ് എത്തുമല്ലോ. അറിയില്ലാത്ത പോയിന്റ് കിടന്നുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തെറ്റുപറ്റി പോകുന്നത്. സോ വാട്ട് പോയിന്റ് ഈസ് ഈസി ഫോർ യു, ജസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ്. അതിനൊരു 3-4 സെൻറ്റൻസ് ആയിട്ട് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രൊസീജിയറിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊന്ന് പറയാം. അത്രയും പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അത് റിയഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് പറയാം. റിയഷൻസ് സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് നല്ലൊരു ബി സ്കോർ കിട്ടാനായിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കും. അപ്പോൾ നമുക്ക് പറയാം, ഓക്കെ, ഐ നോ ദാറ്റ് മിസ്റ്റർ ജോൺ, യു ആർ റിയലി അപ്സെറ്റ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ, യു ആർ ഓവർവെൽംഡ്, ബട്ട് ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. സി, ദിസ് സർജറി വിൽ ഗീവ് യു ബെനിഫിറ്റ്സ് ഓൺലി. Okay, you will get a clear idea about the surgery after my discussion. ഇനി നെക്സ്റ്റ് എന്താണ്? അപ്പോൾ പേഷ്യൻ്റ് തന്നെ നമ്മുടെ അടുത്തിങ്ങോട്ട് പറയും. അതുകൊണ്ടാണല്ലോ റിയഷ്യൂർ പേഷ്യൻ്റ് അബൌട്ട് സർജറി അണ്ടർ ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. പേഷ്യൻ്റ് നമ്മളെന്തോ റിയഷ്യൂർ ചെയ്യുകയാണ്. അപ്പോൾ അവർ ഉറപ്പായിട്ടും പറയും, ഇനി കോപ്പറേറ്റ് ചെയ്യാത്ത എക്സാമിനേഴ്സ് ആണെങ്കിൽ മിണ്ടാതിരുന്നാൽ നമുക്ക് തന്നെ റിയഷ്യൂർ ചെയ്യുവാണ് ലോക്കൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞ് ഒന്നുകൂടി കൂടി നമ്മളത് ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ മാനേജ് ചെയ്യണം കേട്ടോ. കോമൺലി ആണെങ്കിൽ അവരിത് ചോദിക്കണം, ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം. ലോക്കൽ അനസ്തീഷ്യ ഒരു ക്വസ്റ്റ്യൻ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. സോ അവരെന്ത് പറയും? റിയലി അപ്സെറ്റ് അബൌട്ട് ദ ലോക്കൽ അനസ്തീഷ്യ ബിക്കോസ് ഐ ഹാഡ് വൺ സർജറി ബിഫോർ. ഡ്യൂറിങ് ദറ്റ് ടൈം I had general anesthesia. So I am very much upset to take how local anesthesia എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരുടെ ഭാഗത്തു നിന്ന് വരും. അപ്പോഴാണ് നമ്മൾ ഈ ആൻസർ കൊടുക്കുകയാണ്. See, I completely understand your issue. Mr. John, local anesthesia also has lots of benefits. You don't worry about that. I will explain you regarding this. During the procedure, after getting local anesthesia, you will be conscious, but with limited vision only. We will use a bright microscopic light in your left eye. Your right eye will be covered. So because of that you could not see anything with your right eye. So we will provide the bright microscopy to your left eye, so you could not see anything. Don't worry about that. You will be okay എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ടാസ്ക് വായിക്കാം. എക്സ്പ്ലെയിൻ ലോക്കൽ അനസ്തീഷ്യ മേ ഇൻവോൾവ് നീഡിൽ. ലോക്കൽ അനസ്തീഷ്യയെക്കുറിച്ച് തന്നെ നമ്മൾ ഒന്നുകൂടി കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. സി, ലോക്കൽ അനസ്തീഷ്യ വിൽ ഹാവ് നീഡിൽ. അതിൻ്റെ ബ്രാക്കറ്റിലുള്ളത് നമുക്ക് നോക്കാം. ഐ ഡ്രോപ്സ് ഇൻ ദ ഐ പ്ലസ് പോസിബിൾ ഇഞ്ചക്ഷൻ ബിലോ ഐ, മൈൽഡ് ബട്ട് ബ്രീഫ് ഡിസ്കംഫർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമുക്ക് എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കാൻ നോക്കാം. വി വിൽ ഗിവ് എ ഐ ഡ്രോപ്പ് ഇൻ യുവർ ഐ ആൻഡ് യു വിൽ ഹാവ് എ ഇഞ്ചക്ഷൻ ബിലോ യുവർ ഐ. Next, you will have some mild but brief discomfort. Nothing to worry. ഇനി നമ്മുടെ കുറച്ച് റിയഷൻസ് നമുക്ക് കൊടുക്കാം. കാരണം ആ പോയിന്റിൽ തന്നെ ഒരു റിയഷൻസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവർ ലോക്കൽ അനസ്തീഷ്യയെക്കുറിച്ച് വറീഡാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെപ്പോഴും പറയുന്നത് തന്നെ, വി ഹാവ് എക്സ്പെർട്ട് ഡോക്ടേഴ്സ്, നേഴ്സസ്, സോ ദേ വിൽ ടേക്ക് കെയർ ഓഫ് യു, ദേ വിൽ മോണിറ്റർ യു, ഡോണ്ട് വറി അബൌട്ട് ദിസ് ലോക്കൽ അനസ്തീഷ്യ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കാം. നമുക്ക് അടുത്ത നമ്മുടെ ടാസ്ക് നോക്കാം. കൺഫേം നീഡ് ടു കീപ് സ്റ്റിൽ, യൂസിങ് ഹാൻഡ് സിഗ്നൽസ് ടു കമ്മ്യൂണിക്കേറ്റ്, ഹോൾഡിങ് ഓർ സ്ക്വീസിങ് നേഴ്സസ് ഹാൻഡ് എക്സെപ്റ്റ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് പറയുന്നത്? നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഹാൻഡ് സിഗ്നൽസ് വെച്ചേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി വൺ ആണ് അല്ലെ, ഓറലി. പകരം സിഗ്നൽസ്, യു ക്യാൻ യൂസ് സിഗ്നൽസ് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? So Mr. John, after the procedure I can instruct you that please do not communicate with everyone. Instead of that, if you want to convey anything, you can just use your hand signals to communicate, or you can hold or squeeze the nurse's hand. So this will be comfort for you because you can avoid so much of issues. നമ്മൾ സർജറി കഴിഞ്ഞ ശേഷം കാരണം കണ്ണിലല്ലേ അനങ്ങരുതല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റിൽ നോക്കാം. എക്സ്പ്ലെയിൻ പോസിബിൾ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് കാറ്ററാക്ട് സർജറി ഓൺ ഐസ്. നംനെസ് ഉണ്ടാവും, ഗിറ്റിനെസ് ഉണ്ടാവും, ബ്ലഡ് വിഷൻ ഉണ്ടാവും. നമുക്ക് അതോട് കൂടി പറഞ്ഞു കൊടുക്കാം. വൺസ് അഗെയിൻ ഐ റിയഷ്യൂർ യു ദാറ്റ് യു മേ ഗെറ്റ് സം ആഫ്റ്റർ effects of cataract surgery on eyes such as numbness, grittiness, blurred vision. Therefore you need to take care of yourself. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. റിമൈൻ പേഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇൻഫർമേഷൻ ആണ്. സെയിം ഡേ ഡിസ്ചാർജ്, അവൈലബിലിറ്റി ഓഫ് ഫർദർ ഇൻഫർമേഷൻ അബൌട്ട് ആഫ്റ്റർ കെയർ, ഫൈൻഡ് ഔട്ട് ഹൂ വിൽ അക്കമ്പനി പേഷ്യൻ്റ് ഹോം ഫോർ സർജറി, റിലേറ്റീവ് ഓർ ഫ്രണ്ട്. ഇവിടെ നമുക്ക് നെക്സ്റ്റ് പറയാം.
you will get the discharge on same day, and we will give you information about aftercare. We will provide you a discharge summary. In that detail we have explained regarding the aftercare. You can follow that. നെക്സ്റ്റ് എന്താണ്, നമുക്ക് അവരോട് ക്വസ്റ്റ്യൻ ചെയ്യാം, ആരെങ്കിലും ഉണ്ടോ നിന്നെ കൊണ്ടുപോകാനായിട്ട് വീട്ടിലോട്ട്. സോ could you please tell me, is there anybody to help you, such as your relative or friends, to get back to you at home? അവരുണ്ടെന്നാണ് നമ്മുടെ കാർഡിനകത്ത് കാണിക്കുന്നത്, പേഷ്യൻ്റ് സൈഡിലെ കാർഡിനകത്ത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതേ പറയുള്ളൂ. ഇനി ഇല്ല എങ്കിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒന്നുകൂടെ കൂടി നമുക്ക് പറയാം, അതുണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ റിലേറ്റീവ് ഓർ ഫ്രണ്ട്സ്, സംബഡി ടു അക്കമ്പനി യു, ബിക്കോസ് യു മേ ഗെറ്റ് സം. എന്തുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്? ഒന്നാമത് സർജറി കഴിഞ്ഞേക്കണ ഐയിലാണ്, പിന്നെ രണ്ടാമതൊരു മൈൽഡ് ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവുമല്ലോ, ഡ്രോസിനെസ് ഒക്കെ ഉണ്ടാവും അനസ്തീഷ്യ മൂലം. അത് നമുക്ക് പറയാം, കാരണം അന്ന് തന്നെയല്ലേ ഡിസ്ചാർജ് ആവുന്നത്. ഇതൊക്കെ നമ്മൾ പേഷ്യൻ്റ് ആരും ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മുടെ 5 മിനിറ്റ്സ് ആയിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു പോയിൻ്റ് നമുക്ക് കൊടുക്കാം കേട്ടോ. സോ യു മേ ഗെറ്റ് സം ഡ്രോസിനെസ് ബിക്കോസ് ഓഫ് ദ ലോക്കൽ അനസ്തീഷ്യ, ആൻഡ് യുവർ ഐസ് വിൽ ബി കവേർഡ് ബിക്കോസ് ഓഫ് ദാറ്റ് യു കുഡ് നോട്ട് ഡ്രൈവ്, ആൻഡ് ഓൾസോ യു കുഡ് നോട്ട് ഗിവ് എനി സ്ട്രെയിൻ ടു യുവർ ഐസ്. So it is very important to have somebody to accompany with you. So please arrange for someone എന്നുള്ളതാണ് പറയേണ്ടത്. നെക്സ്റ്റ്, ഇനി അവർക്ക് ആരുമില്ലെന്ന് പറഞ്ഞാൽ, അങ്ങനെ ആരുമില്ലെന്ന് ചില എക്സാമിനേഴ്സ് ടൈം ആയില്ലെങ്കിൽ അങ്ങനെയും പറയും. അങ്ങനെ പറയുമ്പോഴല്ല നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം എന്നുള്ളതും നമുക്ക് കൊടുക്കാം, കാരണം അങ്ങോട്ടൊക്കെ അങ്ങനെയാണ്, നമുക്കങ്ങനെ അറേഞ്ച് ചെയ്യാം. സോ ഇഫ് യു ഡോണ്ട് ഹാവ് എനി വൺ, വി ക്യാൻ അറേഞ്ച് സം പേഴ്സൺ ടു പേഴ്സൺ, അല്ലെങ്കിൽ വി ക്യാൻ അറേഞ്ച് ആൻ ആംബുലൻസ് ടു ഗോ ടു യുവർ ഹോം. അപ്പോൾ ഈ കാർഡിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ഇന്നത്തെ സ്പീക്കിംഗ് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ അടുത്തൊരു കാർഡുമായിട്ട് കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ടുഡേയ്സ് ക്ലാസ്.